ഇന്ന് വളരെ രുചികരമായതും അതേസമയം തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ കൈപ്പയ്ക്ക മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മീൻ ഉപയോഗിക്കാതെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു മീൻകറിയാണിത്. കൈപ്പയ്ക്കയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. പാവയ്ക്ക എന്നും ചിലർ പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിന്ന് മീഡിയം സൈസുള്ള ഒരു പാവയ്ക്ക വെച്ചിട്ട്, പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക ഇത് വെച്ചിട്ട് ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. മീൻ ചേർക്കാത്ത നല്ല രുചികരമായിട്ടുള്ള ഒരു പാവയ്ക്ക മീൻ കറിയാണിത്. തേങ്ങ ചേർത്ത് അരച്ചിട്ടുള്ളൊരു കറിയാണ്. ഇതിനു മുൻപ് നമ്മൾ പാവയ്ക്ക വെച്ചൊരു തീയൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല നാടൻ രുചിയുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആ പാവയ്ക്കയെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ചിലരിത് വട്ടനെ അരിഞ്ഞെടുക്കാറുണ്ട്, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനിങ്ങനെ ചെറുതാക്കിയാണ് ഇതിനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് ഒരു അരമണിക്കൂറോളം ഇതൊന്ന് തിരുമ്മി വെക്കാം. ഈ കൈപ്പയ്ക്കയുടെ കയ്പ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടുന്നതിനാണ് ഇങ്ങനൊരു സൂത്രം ചെയ്യുന്നത് കേട്ടോ. ഈ ഉപ്പ് ചേർത്ത് നമ്മൾ ഇളക്കി നമ്മൾ ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. വേണമെങ്കിൽ ആ വെള്ളം ഊറ്റിക്കളയാം. പക്ഷേ ഇത് കൈപ്പയ്ക്കയുടെ കയ്പ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കൊണ്ട് ചിലരത് ഊറ്റിക്കളയാറില്ല. ഇപ്പോൾ ഈ കൈപ്പയ്ക്കയെ നന്നായിട്ട് വറുത്തെടുത്താലും നമ്മുടെ കൈപ്പയ്ക്കയുടെ കയ്പ്പ് കുറഞ്ഞു കിട്ടും കേട്ടോ. അതുകൊണ്ട് ആ വെള്ളം ഊറ്റിക്കളയണം എന്നില്ല. ഇപ്പോൾ ഉപ്പ് ചേർത്ത് നമ്മൾ വെക്കുമ്പോൾ തന്നെ കൈപ്പയ്ക്കയിൽ നിന്നുള്ള കയ്പ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും. നമുക്ക് പാവയ്ക്ക കറിയിലേക്ക് ആവശ്യമായ മസാലകൾ മിക്സ് ചെയ്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വെക്കാം. പാവയ്ക്ക കറിക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു സവോള നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒരു തക്കാളീനെ കഷ്ണങ്ങളാക്കിയത്, 3 പച്ചമുളക്, കുറച്ച് അതായത് ഒരു 4 വെളുത്തുള്ളിയാണ്. അത് കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അതിന് ചെറുതാക്കി അരിഞ്ഞതാണ്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, അതുകൂടാതെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മൾ പാവയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ട് അരമണിക്കൂറോളം വെച്ചിട്ടുള്ളതാണ്. കണ്ടോ, ഇതിൽ നിന്നും വെള്ളം തനിയെ ഊറി വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഊറ്റിക്കളയാം. അതല്ല, ഇതിൻ്റെ കൈപ്പയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ വെള്ളം ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല. പാവയ്ക്ക കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടിയോളം നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പാവയ്ക്ക കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ട്രിക്കാണിത്. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ പാവയ്ക്കയുടെ കയ്പ്പൊന്ന് കുറഞ്ഞു കിട്ടും. നമ്മുടെ പാവയ്ക്ക ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, അതോടൊപ്പം തന്നെ സവാള, ഇത്രയും ചേർത്തിട്ട് അതിനെയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അതും ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരണം. ഇപ്പം നമ്മുടെ പാവയ്ക്കയും അതുപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിങ്ങനെ ഇതൊന്ന് ഇങ്ങനെ നീക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള മസാലകൾ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലകളുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കാം. മസാലയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഈ പാവയ്ക്കയും ഇതൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം മസാലകൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം. വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി.
നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നേരത്തെ കൈപ്പക്കയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചത് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഈ തേങ്ങയ്ക്ക് പകരമായിട്ട് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഈ കറി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ സമയത്ത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും നല്ല രുചികരമായിട്ടുള്ളൊരു കറി തന്നെയാണ്. ഞാനിവിടെ തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഈ ഒരു പരുവമാണ് ഏറ്റവും നല്ലത്. തേങ്ങ ഒരുപാട് അരപ്പ് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറിയിലേക്ക് താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 വറ്റൽമുളക്, അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിട്ടെടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണിത്. കൈപ്പക്കയുടെ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒരു കറി തന്നെയാണിത്. കയ്പ്പ് വളരെ കുറവ് തന്നെയാണ് നമ്മൾ കൈപ്പയ്ക്ക് നന്നായി വറുത്തെടുത്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.